ഏജന്റ് ന്യൂസ് ഇപ്പോൾ ഉള്ളത് ആറളം ഫാമിലെ 13-ാം ബ്ലോക്കിലാണ്. ഇവിടെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ ശുദ്ധജലം ലഭിക്കാതെ, കുടിവെള്ളം യഥാസമയം ലഭിക്കാതെ ഈ കടുത്ത വേനലിൽ, ചൂടിൽ വലിയ പ്രയാസത്തിലാണ്, ദുരിതത്തിലാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ വീട് 13-ാം ബ്ലോക്കിലെ ഗോപാലേട്ടന്റെ വീടാണ്. ഗോപാലേട്ടനാണ് എനിക്കൊപ്പം ഉള്ളത്. ഈ പ്രയാസം, വെള്ളമില്ലാത്ത പ്രയാസം ഗോപാലേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഗോപാലേട്ട, എങ്ങനെ ഈ വെള്ളം ഇല്ലാതെ എങ്ങനെയാണ് നിങ്ങളിത്? ഇപ്പം ഇവിടെ ഈ പുഴയിലെ വെള്ളം പറ്റും. അപ്പം വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇതിൽ കുഴിയാക്കും. അതിൽ ആ കുഴിയിലെ വെള്ളത്തിലാണ് കോരുന്നത്. അങ്ങനെ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കോരി കൊണ്ടുവരണമെങ്കിൽ അങ്ങ് പോകണം, അത്രയും ദൂരം പോകണം കൊണ്ടുവരാം. അപ്പം അത്രയും ദൂരം പോയിട്ട് ഇവിടെ ചുമന്ന് കൊണ്ടുവന്നിട്ട് കുഴിക്കാൻ നടക്കുന്നത് ആണ് ഞങ്ങൾ. ഈ ഏറ്റവും പ്രശ്നം അത് തന്നെയാണ്, ഈ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം. കുടിവെള്ളം മര്യാദ. ഈ വെള്ളം വിതരണം ഗവൺമെന്റ് അധികൃതരുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടല്ലോ, അത് യഥാസമയം കിട്ടുന്നുണ്ടോ? അത് ചില സമയത്ത് കിട്ടിയാല, ചിലപ്പോൾ കിട്ടും. അങ്ങനെ പറഞ്ഞാൽ കിട്ടില്ല. അപ്പൊ ഇവർ ഈ കൊണ്ട് ഇറക്കി തരുന്ന വെള്ളം തന്നെയാണോ നിങ്ങളെ കുടിവെള്ളവും? കുടിവെള്ളം അതല്ലേ ഞങ്ങൾ കുടിക്കാനായിട്ട്. അത് ഉപയോഗിക്കാൻ കൊള്ളില്ല, കലക്ക അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ കൊള്ളില്ല. കുടിക്കാൻ അങ്ങനെ ചുമന്നുകൊണ്ട് വരണം. എത്ര ദൂരെ പോയി ചുമക്കണം? ഇവിടെ ഒരു കിലോമീറ്റർ അകലെയുണ്ട്. അത്രയും ദൂരം നടന്നു പോയി എടുത്തുകൊണ്ട് വരണം. ഇവിടെ പഞ്ചായത്തിന്റെ ആളുകളൊക്കെ വന്നിട്ട് എന്തെങ്കിലും സംവിധാനം ആക്കുന്നുണ്ടോ? പഞ്ചായത്തിന്റെ ആൾക്കാർ ആരും വരവില്ല. ഇവിടെ വന്നിട്ട് പഞ്ചായത്തിന്റെ ആൾക്കാർ ഇവിടെ ഊർകൂട്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു ആൾക്കാർ വന്നു. ഇന്നലെ മന്ത്രി വന്നായിരുന്നു. മന്ത്രി വന്നിട്ട് കുറേ പേർക്ക് പട്ടയം കൊടുത്തു, കുറേ പേർക്ക് തിരിച്ചു പോയി. നിങ്ങൾക്ക് പട്ടയമില്ലേ? ഞങ്ങൾക്ക് പട്ടയം. അങ്ങനെ ആണ് ഇവിടുത്തെ. ഇപ്പൊ ഈ കടുത്ത വേനലും ചൂടും ഒക്കെ ആകുമ്പോൾ വെള്ളമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതെങ്ങനെ പരിഹരിക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഞങ്ങളുടെ അഭിപ്രായം, ഇതില് വലിയ ഓലിയായിട്ട് അല്ല കിണറായിട്ട് കുത്തി വന്നാൽ ഏറ്റവും ഉപകാരപ്പെടും. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ചുവന്നുകൊണ്ട് വരണം. അതാകുമ്പോഴേ 10-24 വീട്ടുകാർ ഇത് കിണറ്റിന് വെള്ളം കുടിക്കുന്നുണ്ട്. 24 വീട്ടുകാർ അവരാണ് അവരും ഇതേപോലെ ചുവന്നോട്ട് പോകുന്നു. അപ്പോൾ അവർക്ക് ഇതേപോലെ ബുദ്ധിമുട്ട് തന്നെ. വെള്ളത്തിന് കുളിക്കാനും നടക്കാനും എല്ലാത്തിനും ഭയങ്കര പാടാണ് എല്ലാവർക്കും. ഈ ഫാമിലുള്ളവർക്ക് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. കുളിക്കാൻ കുറേ പേര് ഇപ്പം പുഴയിലേക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ അങ്ങ് സൈഡിലുള്ളത് അവിടെ വെള്ളമില്ലാത്തത് കൊണ്ട് അവരിങ്ങോട്ട് വന്ന് ഇവിടെ പോയിട്ടുണ്ട് പുഴയിൽ. ഇനി വൈകുന്നേരം ആകുമ്പോഴേ പോകും. അങ്ങനെയാണ്. അലക്കിയെല്ലാം ഇട്ട് കഴിഞ്ഞ് ആറി കഴിയുമ്പോൾ. ഇതാണ് ഈ 13-ാം ബ്ലോക്കിലെ ഇദ്ദേഹം പറയുന്ന അവസ്ഥ. ഇതാണ്. ഇവിടെ കുറച്ചപ്പുറത്ത് 10-24ഓളം വീട്ടുകാർ അവരാശ്രയിക്കാൻ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ 24 വീട്ടുകാർക്ക് ഒരു കിണർ എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. അതായത് വേനൽ ചൂട് ഏതാണ്ട് ശക്തി പ്രാപിച്ചു വരുന്നൊരു സമയമാണ്. കടുത്ത വേനലിലേക്ക് വഴിമാറി. ആർളം ഫാം മേഖലയിലും, ആർളം ഫാമാണ് ഫലഭൂയിഷ്ടമായ മണ്ണാണ്, ജലസമ്പത്തുള്ള മണ്ണാണ് എന്നൊക്കെ പുറത്ത് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇവിടെ പുനരധിവാസ മേഖലയുടെ ഭാഗമായിട്ട് ഭൂമി ലഭിച്ചവർ, വീട് ലഭിച്ചവർ കടുത്ത പ്രയാസം നേരിടുന്നത് ഈ വേനൽക്കാലത്ത് ശുദ്ധജലം ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു പ്രയാസമാണ്. ഇവിടെ ജലവിതരണം അധികൃതരുടെ ഭാഗത്ത് നിന്ന് നാമമാത്രമായി ഉണ്ട്. അത് വന്നാൽ വരുന്ന സമയത്ത് ഇവിടെ വീട്ടുമുറ്റത്ത് വെച്ചിരിക്കുന്ന ബാരലുകളിൽ വെള്ളം ശേഖരിച്ചു വെക്കും. അത് പക്ഷേ കുടിക്കാനൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അത് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളമാണ്. കുടിവെള്ളം കിട്ടണമെങ്കിൽ കിലോമീറ്റർ ദൂരെ നടന്നു പോയി ചുമന്നുകൊണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വരണം എന്നുള്ളതാണ് ആർളം ഫാം പുനരധിവാസ മേഖലയിലെ 13-ാം ബ്ലോക്കിൽ നിന്ന് മാത്രമുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ആശങ്ക കുടുംബങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക്. കാരണം കുട്ടികൾ, അതുപോലെ തന്നെ സ്ത്രീകൾ, അതുപോലെ തന്നെ പാചകത്തിനാവശ്യമായ വെള്ളം, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ ആവശ്യം, ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളം, ശുദ്ധജലം ലഭ്യമാക്കുക എന്നുള്ളത്. നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ആർളം ഫാം പുനരധിവാസ മേഖലയിൽ ഇപ്പോൾ ഈ വേനലിൽ ചൂട് ശക്തി പ്രാപിച്ചു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു വിഷയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക്, ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ശുദ്ധമായ ജലം, വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ പ്രയാസം ഇവിടെയുള്ള കുടുംബങ്ങൾ നേരിടുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അധികൃതരാണ്, ഗ്രാമപഞ്ചായത്താണ്, മറ്റ് വകുപ്പ് അധികൃതരാണ്. അവരൊക്കെ കൂടി ഈ കാര്യത്തിലുള്ള ഒരു തീരുമാനം, ഒരു നടപടി ഈ വേനലിന്റെ ഭാഗമായി അടിയന്തരമായി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ ഇരിക്കുന്ന ഈ വീട്ടിലെ ഗോപാലേട്ടനെ പോലെയുള്ള നൂറുകണക്കിന് ആളുകൾക്ക് ആർളം ഫാമിലെ പുനരധിവാസ മേഖലയിലെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഫ്ലനോടൊപ്പം ഷിജിത്ത്, ഏജന്റ് ന്യൂസ്.